ഈദ് ആഘോഷങ്ങൾക്ക് മുന്നോടിയായി ബംഗാളിൽ മൃഗങ്ങളെ കശാപ്പ് ചെയ്യുന്നത് നിയന്ത്രിക്കുന്നതിനുള്ള നിയമം നടപ്പാക്കുകയാണ് BJP സർക്കാർ. 1950 വെസ്റ്റ് ബംഗാൾ അനിമൽ സ്ലോട്ടർ കൺട്രോൾ ആക്ടിലെ വ്യവസ്ഥകൾ കർശനമാക്കാനാണ് നീക്കം. ബലിപെരുന്നാൾ അടുത്തിരിക്കെയുള്ള ഈ നിയന്ത്രണം വലിയ ആശയക്കുഴപ്പമാണ് ഉണ്ടാക്കുന്നത്. BJP സർക്കാരിന്റെ നീക്കത്തിനെതിരെ CPI-ML പശ്ചിമബംഗാൾ യൂണിറ്റ് കൽക്കട്ട ഹൈക്കോടതിയെ സമീപിച്ചിരിക്കുകയാണ്. കശാപ്പ് നിയന്ത്രണ നിയമം വിവിധ സംസ്ഥാനങ്ങളിൽ എങ്ങനെയെന്ന് കോടതി പരിശോധിക്കുന്നു. പശുക്കളും എരുമകളും ഉൾപ്പെടെയുള്ള മൃഗങ്ങളെ കശാപ്പ് ചെയ്യുന്നത് തടയുന്നതിനുള്ള 1950 നിയമം നടപ്പാക്കുമെന്നാണ് ബംഗാളിൽ സംസ്ഥാന സർക്കാർ പ്രഖ്യാപിച്ചിരിക്കുന്നത്. 14 വയസ്സിന് മുകളിലോ സ്ഥിരമായി അംഗവൈകല്യം സംഭവിച്ചാലേ മാത്രമേ ഒരു മൃഗത്തെ കശാപ്പിന് യോഗ്യമാക്കാവൂ എന്നാണ് വിജ്ഞാപനത്തിലെ വ്യവസ്ഥ. മൃഗ ഡോക്ടറുടെ സർട്ടിഫിക്കറ്റും വേണം. നിർദ്ദിഷ്ട നിയന്ത്രണങ്ങൾ മുസ്ലിം സമുദായത്തിന്റെ മതസ്വാതന്ത്ര്യത്തെ ലംഘിക്കുമെന്നും ഹിന്ദു സമുദായത്തിൽപ്പെട്ട കർഷകരുടെ കന്നുകാലി വ്യാപാരികളുടെയും ഉപജീവന മാർഗത്തെ പ്രതികൂലമായി ബാധിക്കുമെന്നും ആക്ഷേപമുയരുന്നുണ്ട്. മതപരമായ ആചാരങ്ങൾക്കുള്ള അവകാശം, ഉപജീവനത്തിനുള്ള അവകാശം, പൗരന്മാരുടെ ഭക്ഷണം തിരഞ്ഞെടുക്കാനുള്ള സ്വാതന്ത്ര്യം എന്നിവയുൾപ്പെടെ ഒന്നിലധികം ഭരണഘടനാ സ്വാതന്ത്ര്യങ്ങൾക്ക് മേലുള്ള അക്രമമാണ് ഈ നടപടിയെന്ന് കോടതിയിൽ ഹർജിക്കാർ അറിയിച്ചിട്ടുണ്ട്. ഗോവധത്തിനെതിരായ നിയമങ്ങൾ യഥാർത്ഥത്തിൽ രാജ്യത്തുടനീളം മിക്ക ആൾക്കൂട്ട കൊലപാതകങ്ങൾക്കും കാരണമായി എന്ന് വേണം കണക്കാക്കാൻ. കർശനമായ നിയമങ്ങളുള്ള സംസ്ഥാനങ്ങളിലാണ് കൂടുതൽ ആൾക്കൂട്ട കൊലപാതകങ്ങൾ റിപ്പോർട്ട് ചെയ്യപ്പെട്ടത്. ഹരിയാനയിൽ 9, ഉത്തർപ്രദേശിൽ 8, രാജസ്ഥാനിൽ 7, ജാർഖണ്ഡിൽ 6, ഡൽഹിയിലും ഗുജറാത്തിലും 5 എന്നിങ്ങനെ കേസുകൾ റിപ്പോർട്ട് ചെയ്യപ്പെട്ടു. ഗോവധം പല സംസ്ഥാനങ്ങളിലും കഠിനമായ കുറ്റകൃത്യമാണ്. ജാർഖണ്ഡിൽ 10 വർഷം വരെ കഠിന തടവ് ലഭിക്കും. രാജസ്ഥാനിൽ 5 വർഷം വരെയാണ് തടവ്. ഉത്തർപ്രദേശിൽ 7 വർഷം വരെ കഠിന തടവും കുറ്റം ചെയ്യാൻ ശ്രമിച്ചാൽ 3.5 വർഷം തടവും ലഭിക്കും. ഉത്തരാഖണ്ഡിൽ ഗതാഗത നിയമപ്രകാരം കുറഞ്ഞത് 3 വർഷവും പരമാവധി 7 വർഷം വരെയും കഠിന തടവ് ലഭിക്കാവുന്ന കുറ്റമാണ്. ഗുജറാത്തിൽ ഗോമാംസം വിൽക്കുന്നതും കൊണ്ടുപോകുന്നതും കൈവശം വയ്ക്കുന്നതും 3 വർഷം വരെ തടവ് ശിക്ഷ ലഭിക്കാവുന്ന കുറ്റമാണ്. ഹരിയാനയിൽ ബീഫ് വിൽപ്പനയ്ക്ക് കുറഞ്ഞത് 3 വർഷം മുതൽ 5 വർഷം വരെ കഠിന തടവും ലഭിക്കും. ഗോവയിലും പഞ്ചാബിലും 2 വർഷം തടവ് ശിക്ഷയാണ്. ഡൽഹി, മഹാരാഷ്ട്ര, മധ്യപ്രദേശ് എന്നിവിടങ്ങളിൽ 1 വർഷം തടവ് ലഭിക്കാവുന്ന കുറ്റമാണ്. എന്നാൽ കശാപ്പ് നിരോധിക്കുന്ന പ്രത്യേക നിയമനിർമ്മാണം ഇല്ലാത്ത അരുണാചൽ പ്രദേശ്, മേഘാലയ, മിസോറാം, നാഗാലാൻഡ്, കേരളം, സിക്കിം തുടങ്ങിയ സംസ്ഥാനങ്ങളിൽ ആൾക്കൂട്ടക്കൊലയോ അതുപോലുള്ള സംഭവങ്ങളോ റിപ്പോർട്ട് ചെയ്യപ്പെട്ടിട്ടില്ലെന്നതും എടുത്തു പറയേണ്ടതാണ്.